കത്തുന്നു 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 കത്തുന്നു. ഹലോ ഗൈസ്, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ റിക്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരുപാട് പ്രോഗ്രസ് സെറ്റ് ആക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് അറിയാം, നമ്മൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇപ്പോൾ ഒരുപാട് പ്രോഗ്രസ് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ് നമ്മൾ ഒന്നാമതായിട്ട് ഇവിടെ ഒരു ബ്രൈഡർ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ നോക്കിയാൽ ഇതവിടെ ഇതൊരു ബ്രൈഡറാണ്. ഇവിടെ വേറെ കുറേ ആട് കളിച്ച് കുറേ ആണ്ട് പോയി. ഇവിടെ ഇപ്പോൾ വില്ലേജർ കാണില്ല, ഞാൻ പറയാം പതുക്കെ പറയാം. ഇവിടെ ഒരു ഇത് നിങ്ങൾ ഫസ്റ്റ് തന്നെ കണ്ടപ്പോൾ നമ്മളെ ഇത് കത്തുന്നത് അങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ട് അപ്പോഴാണ് വീഡിയോ ഉണ്ടാക്കിയത്. നമ്മൾ അതിൻ്റെ ഇടയിൽ എൻ്റെ അനിയൻ ഇവിടെ എന്താണ് നമ്മളവിടെ ഫിഷിങ് ചെയ്തിരുന്നത്. അപ്പോൾ ഫിഷിങ് ചെയ്തപ്പോൾ അവിടുന്ന് 2 സാഡിലൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് വീഡിയോക്ക് മുമ്പ് നമുക്കൊരു ഇതിന് കിട്ടിയിരുന്നല്ലോ, നമ്മൾ ക്യാമലിന് ഒട്ടകത്തിന് കിട്ടിയിരുന്നല്ലോ ഒരു വില്ലേജിൽ നിന്ന്. അപ്പോൾ അവിടെ പോയിട്ട് വില്ലേജിൽ നിന്ന് ആ ഒട്ടകത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്നാണ് ഇന്നത്തെ കോള്. അതിൻ്റെ കൂടെ തന്നെ ഇന്ന് കത്തിയ എന്താണ് ആ സാധനം എന്താണ് കൗക്രഷർ ഫാമാണ്. അതൊന്ന് സെറ്റാക്കണം. ഇതിൻ്റെ കവൊക്കെ ഫുള്ള് ചത്ത്. അതിൽ ഒരു കവറ്റ് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു അയൺ ഫാം സെറ്റാക്കിയൊരു ഇത് സാധാരണ ഒരു ബേസിക് അല്ല, ഒരു കുറച്ചുകൂടി വലിപ്പമുള്ള അയൺ ഫാം സെറ്റാക്കി. അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ അടിയിൽ ചത്തപ്പോൾ നമ്മളെ അത് കത്തുമ്പോൾ പെട്ടെന്ന് ലാവ ഇത് അവിടുന്ന് ലാവയാണ് വരാനുള്ളത്. അപ്പോൾ ലാവ വന്നപ്പോൾ കത്തിയതാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടി ഫുള്ളായിട്ടിൻ്റെ ആർമർ എല്ലാം കൂടെ പോയി കുറേ ഇതൊക്കെ പോയി. ഇങ്ങനെ 2-3 ചത്തുണ്ടല്ലോ. ഇതിലല്ല വേറെ മോഡലൊക്കെ അയൺ ഫാം സെറ്റായി. അയൺ ഫാമിൽ അത്യാവശ്യത്തിൽ കുറച്ചൊക്കെ അയൺ കിട്ടുന്നുണ്ട്. ചില നേരത്തെ ഒരു സ്പോണാവും, ചെറിയൊരു ഡിലേ കാണിക്കുന്നുണ്ട്. ഇടയ്ക്ക് ബാക്കിയൊക്കെ സ്പോണുണ്ട് 2 വെച്ചിട്ട്. പിന്നെ ഇത് ഒരു ഫുഡ് ഫാം സെറ്റാക്കാനുള്ളത്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ താഴല്ലേ ഈ വെച്ചുകളാണ്. അതിൻ്റെ താഴെ ഈ ഒരു ലെയറിൽ എന്താണ് മൈൻകാട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. മൈൻകാട്ട് നേരെ ഇവിടെയുള്ള ഹോപ്പറിൻ്റെ മേലെ കൂടെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഈ ചെസ്റ്റിക്ക് വരും. ഇത് വർക്കാൻ കുറച്ചുകൂടി ടൈം ആണോ. നമ്മളത് എന്താണ് വില്ലേജറിൻ്റെ ഇൻവെൻറ്ററി ഫുൾ ആകുമ്പോൾ എന്താണ് ഇതെങ്ങനെ വർക്കാണെന്ന് വെച്ചാൽ വില്ലേജറിൻ്റെ ഇൻവെൻറ്ററി ഫുൾ ആകുമ്പോൾ ബാക്കി അവർക്ക് എന്താണ് അവരെടുക്കില്ല, ഇവിടെ തന്നെ വെക്കും. അപ്പോൾ അത് നേരെ താഴെക്കൂടെ പോകുന്ന മൈൻകാട്ട് കളക്ട് ചെയ്തുകൊണ്ട് ചെസ്റ്റിൽ കൊടുത്തിടാതെ അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിങ്. ഇനി എൻ്റെ പ്ലാനിങ് പറഞ്ഞാൽ പിന്നെ ഇതിപ്പോൾ ഒരു ലെയർ അല്ലേ, ഇതേപോലെ ഇങ്ങനെ 2-3 ലെയർ ഇങ്ങനെ മേൽക്ക് ഇങ്ങനെ ഉണ്ടാക്കി പോവുക. ഓരോന്നിലാക്കിയാണ്ട്. അപ്പോൾ ഓലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കെല്ലാം ഓരോന്നിലും കിട്ടും. അതിങ്ങനെ ഹോപ്പർ ചടി കണക്ട് ചെയ്താൽ മൈൻകാട്ട് കറക്റ്റാക്കി വെച്ചിട്ട് അതാണ്. പിന്നെ ഇതിൻ്റെ ഇത് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ AFK നിന്നിനി കുറച്ച് AFK നിന്നിനി. എന്തിനെന്ന് വെച്ചാൽ ഇതിന്ന് വലുതാൻ വേണ്ടിയിട്ട് ഇവിടെ കൗക്രഷർ ഫാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് കുറച്ച് ബീറ്റ് അതിന് സെറ്റ് ആവാത്തതുകൊണ്ട് നമ്മൾ ഇതിന് ഇവിടെ കുറച്ച് ഇതാക്കിയാണ്ട് എടുത്തിരുന്നു. അപ്പോൾ ഇവിടെ സെറ്റ് ആവാത്തതുകൊണ്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ അങ്ങനെ ഒരു കൂടുതലാക്കിയാണ്ട് AFK എന്നായിരുന്നു. AFK എന്നപ്പോൾ രാത്രി ഫുള്ള് സോംബി സ്മോണായിട്ട് ഞാനിത് പൊട്ടിക്കാൻ മറന്ന്. എന്നിട്ട് സോംബി ഫുള്ള് ഇവിടെ കയറിയിട്ട് ആകെ നിരത്തിട്ട് ഞാൻ പിന്നെ പുറത്തിറങ്ങി നോക്കുമ്പോൾ ഇവിടെ ഒന്നുമില്ല, എല്ലാം ചത്തെടുക്കുന്നുണ്ട്. പിന്നെ 2-3 അയൺകോളം ഇവിടെ പുറത്ത് സ്പോൺ ആയിക്കുന്നത്. ആ നേരത്ത് എല്ലാ നേരത്തും പുറത്ത് സ്പോൺ ആയിട്ടില്ല, ആ നേരത്ത് മാത്രം AFK എന്ന പുറത്ത് ഇവിടെ കുറേ സോംബി സ്പോൺ ആയപ്പോൾ ഞാൻ കുറച്ചൊക്കെ ലേറ്റ് ചെയ്തിട്ടുണ്ട്, ഫുള്ളായി ലേറ്റ് ചെയ്തില്ല. അപ്പോൾ അതാണ് സോംബി സ്പോൺ. അപ്പോൾ ആ ടൈമിൽ 2-3 അയൺകോളൊക്കെ അവിടെ ഇങ്ങനെ പുറത്ത് കിടക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല, പുറത്ത് സ്പോൺ ആവുന്നുണ്ട്. എന്താ വെച്ചാൽ പുറത്ത് സോംബീസ് വരുമ്പോൾ പുറത്ത് സ്പോൺ ആവുന്നുണ്ട്. ബെഡ് റോക്കിൽ അങ്ങനെ പറ്റുമോ എന്നൊക്കെ. പിന്നെ നമ്മളൊരു വാട്ടർ എലിവേറ്റർ സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവിടെ ഫിഷിങ് ചെയ്തപ്പോൾ ഇത് കിട്ടി, 2 സാഡിലിട്ട് കിട്ടി. പിന്നെ കുറച്ച് നെയിം ടാഗ് വന്നിട്ട് കിട്ടി, ഒരു നെയിം ടാഗ് കിട്ടി. അപ്പോൾ അതിന് നെയിം ടാഗൊക്കെ കിട്ടിയപ്പോൾ നമുക്ക് അതൊക്കെ കിട്ടുകയാണ്. അപ്പോൾ ഇന്നൊരു ഒട്ടകത്തിനെ കൊണ്ടുവരാം, അതാണ് ഇന്നത്തെ കോള്. ഞാൻ മേലെ നിന്ന് ബെഡ് എടുത്തില്ലേ, അപ്പോൾ ഞാൻ ബെഡ് എടുത്തിട്ട് തരാം. ബെഡ് എടുക്കുക, താഴേക്ക് പോവുക. ഇനിയിപ്പോൾ ഇങ്ങോട്ട് ഇത് ശരിയാക്കണം. നമുക്ക് ആദ്യം ആ ക്യാമറയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം. നമ്മൾ ഹോമിക്ക് ആ ക്യാമറയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് സെറ്റാക്കാം. അപ്പോൾ നമുക്ക് ഞാൻ താഴേക്ക് പോവാം. ഇത് ഉപയോഗിക്കുന്ന ഏറ്റവും ചാടുന്നുണ്ട്, സാധാരണ ഉപയോഗിക്കില്ല കേട്ടോ. അപ്പോൾ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിലാണ് തോന്നുന്നത്. ഇവിടെ നിന്ന് ഫിഷിങ് ചെയ്തിട്ട് ഞാൻ മേലെ ജോലി ചെയ്യുമ്പോൾ അത് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നത്. കുറച്ച് ടോർച്ച് ഉണ്ട്, കേട്ടിട്ടെ. പിന്നെ ഇപ്പം എന്തോ ഇതൊക്കെയാണ് മെൻറ്റിങ്. ഇത് നമ്മൾ ഫിഷിങ് ചെയ്തപ്പോൾ ഇതിൽ നിന്ന് കിട്ടിയതാണ്. അൺബ്രേക്കിംഗ് തിരയും കുറച്ച് അത്യാവശ്യമുള്ള ബേസിക് ഇതൊക്കെ ഉള്ള ഒരു ഫിഷിങ് ഇത്. ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോകുള്ള വഴി നമ്മൾ അന്ന് നമ്മൾ അങ്ങോട്ട് പോയതാണ്. അന്ന് ആ ഒരു വില്ലേജറിൻ്റെ ഷോർട്ടേജ് വന്നപ്പോൾ നമ്മൾ അങ്ങോട്ട് തപ്പിയിട്ട് ഒരു ഡിസേർട്ട് വില്ലേജ് കിട്ടിയിരുന്നു അന്ന്. അപ്പോൾ അവിടേക്ക് പോയിട്ട് എടുത്തു കൊടുക്കുന്നതാണ്. അപ്പോൾ ഒന്നും കൂടി അവിടേക്ക് തപ്പിയിട്ട് പോകണം. ഇത് അവിടെ പോയിട്ട് എടുത്തു കൊണ്ടുവരണം, അതാണ് എൻ്റെ പ്ലാന്. ഇനിയിപ്പോൾ അതിൻ്റെ കുറച്ച് അങ്ങോട്ട് പോകാനുള്ള ഇതൊക്കെ സെറ്റാക്കിയിട്ട് കാണാം. പിന്നെ ഞാനിവിടെ എത്തിയപ്പോഴാണ് ഇത് ഞങ്ങളെ വീഡിയോ കാണിച്ചിരുന്നറിയില്ല. എന്താണ് ഇവിടെ ഫുള്ള് ഇതൊക്കെ സെറ്റാക്കി നമ്മൾ ചുറ്റോടിച്ചും ഇതിൻ്റെ എന്താ ബാമ്പ് ഫുള്ള് വെച്ച്. പിന്നെ ഞാൻ ഇതിൻ്റെ പോലെ നമ്മൾ വേൾഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അങ്ങോട്ടൊക്കെ പോയിരുന്നു. അപ്പോൾ അവിടെ നിന്നിട്ടാണ് ഈ ഡാർക്കൊക്കെ അത് വെച്ചിട്ടാണ് അവിടെ അതൊക്കെ ഫുള്ള് ബിൽഡ് ചെയ്തത്. ഡാർക്കൊക്കെ കിട്ടി. മെയിനായിട്ട് സ്പ്രൂസ് വുഡ് തപ്പി പോയതായിരുന്നു. നമുക്ക് ഇത് കിട്ടി, ഇതിവിടെ ഇതാക്കിയിട്ട്. പിന്നെ നമ്മളൊരു ആർമി പോലെ സെറ്റാക്കിയാണ്. നമ്മളെ ഡോഗ്സ് കുറേ ഉണ്ട് ഇവിടെ.
ഒരു 10-18 ഉണ്ട് ഒന്ന് അവിടെ കുറേ ഉണ്ട്. പിന്നെ അതിൽ 2-3 അവിടെ ഇവിടെ ആയിട്ടുണ്ട്. അതിനെ ഞാൻ ബ്രീഡ് ചെയ്ത് കണ്ട് സെറ്റാക്കിയാണ്. നമ്മളൊരു ആർമിയാണ്. പിന്നെ ഇതാണ് നമ്മളെ ഡോഗ്. നമ്മൾ മെയിനായിട്ട് ഇവനായിരിക്കും നമ്മളെ കൂടെ ഉണ്ടാവില്ല. ഇവൻ എന്ത് പേരിടാ ഞാൻ നമ്മളെ കമൻറ്റിൽ ഇട്ടിരുന്നു, ഞാൻ നോക്കിയില്ല, വായിച്ച് നോക്കിയില്ല. ഇതാണ് നമ്മളെ കിറ്റി. ഓക്കെ, നമുക്ക് സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അപ്പോൾ ഇവിടെ ഒരു ബോട്ട് ഉണ്ടായിരുന്നു. നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോയപ്പോഴുള്ള ബോട്ടായിരുന്നു. നമ്മളെ ഡോഗിനെ കൂട്ടിയിട്ടാണ് നമ്മൾ പോയത്. അയ്യോ, എൻ്റെ കയ്യിൽ ആകെയുള്ള കുറച്ച് ഫുഡാണ്. സാഡിൽ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂ. ഇത് ആണെന്നോട്ടെ, സാഡിൽ ഉണ്ടായാൽ മതി. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഓ, ആ സൈഡ് കണ്ടു പോകുന്നത്. നമുക്കിനി നേരെ അവിടെ എത്തിയിട്ട് കാണാം. ഓ നോ. ഇപ്പം നമ്മൾ ഞാനപ്പോൾ റെക്കോർഡ് ഓഫ് ആയി കണ്ട് ഓണാക്കിയപ്പോഴാണ് പെട്ടെന്ന് ലാഗും വന്ന് ആ ടൈമിൽ ആ ക്രീപ്പർ നമ്മൾ എടുത്ത് വന്ന് പൊട്ടും ചെയ്തു. നമ്മൾ ഇവിടെ എടുത്ത് വില്ലേജ് കണ്ടപ്പോൾ നമ്മൾ ബാക്ക് കണ്ട് വീഡിയോ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബാക്ക് എടുത്ത് കണ്ട് ഞാൻ ഇവിടെ എത്തിയപ്പോൾ വില്ലേജ് കണ്ടപ്പോൾ ഒന്നുകൂടി. അപ്പോൾ നമ്മൾ സർപ്രൈസ് ആവില്ല എല്ലാവരും. നമ്മൾ വില്ലേജ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അന്ന് ഇവിടെ കെട്ടിയിട്ട് പോയാൽ അതിൽ ഒട്ട നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് സാഡിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ച് അത് കിട്ടിച്ചാകുമെന്ന് വിചാരിച്ച് നമ്മളവിടെ ക്രീപ്പർ പൊട്ടിയപ്പോൾ. അപ്പോൾ ഇതിനെന്താ ഫുഡായിട്ട് എന്താ കൊടുക്കില്ല ബീറ്റ് ഞാൻ അറിയില്ല. ഞാൻ നോക്കണം. നമുക്ക് ഹോമിക്ക് എത്തിയിട്ട് ഞാൻ ഇവിടേക്ക് 2 പ്രാവശ്യമായിട്ട് വന്നിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ വന്നപ്പോൾ ഇങ്ങനെ കറങ്ങിയിട്ട് പിന്നെ ഇവിടെ എത്തിന്. അപ്പോഴും എനിക്ക് ഇത് കിട്ടിയിട്ടില്ലായിരുന്നു. എന്ത് സാഡിൽ കിട്ടിയില്ലായിരുന്നു. അവിടെ 2 വില്ലേജുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നേരെ ഒന്നും നോക്കേണ്ട ടൈമില്ല. പെട്ടെന്ന് നമുക്ക് ഇതിനും കൂട്ടി പോവാം. പിന്നെ മേലെ കയറിയിട്ട് സാഡിലാണ് ഇതിനെ വെച്ചെടുക്കുക. എൻ്റെ മോനെ നമ്മൾ പറയുന്നിടത്തേക്ക് ഇതുവൻ വരും. അപ്പോൾ നമുക്ക് ഇനി ഇതാ ഒരു ചാറ്റി പറഞ്ഞിട്ട് അല്ല ഇപ്പോൾ രാത്രി ആവുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് കിടന്നിട്ട് എന്താ ഓ അതുണ്ടാ നോക്ക്. ഇങ്ങനെ ഫുള്ളാക്കിയിട്ട് കൊടുക്കുമ്പോൾ ഒന്ന് പവറിൽ പോകുന്നുണ്ട് കേട്ടോ. ഓ അതിനപ്പോഴാണ് കാണുന്നത്. നമുക്കതിന് ഇപ്പോൾ രാത്രി ആയിക്കൊണ്ട് തോന്നുന്നു. നമുക്ക് കിടന്നിട്ട് പോവാം. ചെറുതായിട്ട് ജലദോഷമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ലീവൊക്കെ അല്ലേ, അതുകൊണ്ട് കുറച്ച് ഇവിടെ എത്തിയാൽ നമുക്ക് നേരെ ഇവനും കൂട്ടി പോവാം. ഓ ഇത്ര സ്പീഡൊക്കെ ഉണ്ടോ? ഇവൻ നല്ല സ്പീഡുണ്ട്. ഞാൻ ഒട്ടകാകുമ്പോൾ സ്പീഡ് കുറവാണെന്ന് വിചാരിച്ചിട്ടോ. ഇവൻ നല്ല സ്പീഡുണ്ട്. ഇവിടെ കുടുങ്ങിയാ ഇവിടെ. ഓ ചിലപ്പോൾ അവൻ അതിനെ കടിച്ചു വന്നിരുന്നു. ഇവൻ ഇവിടെ ഇരിക്കണം. നമുക്കപ്പോൾ നമുക്ക് വീട്ടിൽ പോവാം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലെത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മളങ്ങനെ ആ ഒട്ടകത്തിന് നമ്മൾ ക്യാമലിന് നേരെ നമ്മൾ വീട്ടിലെത്തിച്ചിട്ടുണ്ട്. ചെറുതായിട്ട് അധികം ദൂരമൊന്നുമില്ല കേട്ടോ. ഞാൻ പെട്ടെന്ന് അന്ന് വെള്ളത്തിലൂടെ ബോട്ട് കഴിഞ്ഞാണ് പോയിരുന്നത്. അതുകൊണ്ടാണ് ദൂരം തോന്നിയിരുന്നത്. ഇപ്പോൾ അധികം ദൂരമൊന്നുമില്ല കേട്ടോ. ഞാൻ സിമ്പിളായിട്ട് എത്തി. അപ്പോൾ ഇന്നത്തെ കോള് തന്നെ ഉള്ളൂ. പിന്നെ അതിൻ്റെ പണി ഒന്ന് ഫില്ലാക്കണം. അതിനാ പിന്നെ അടുത്ത വീഡിയോ ഇനി കാണിക്കുക. അതിനിപ്പോൾ ടൈമില്ല. വീഡിയോ എഡിറ്റ് ചെയ്ത് കൊണ്ട് പെട്ടെന്ന് വിടാം. ഇനി ലേറ്റ് ആക്കണ്ട. നമ്മൾ ഒട്ടകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിനെ എന്ത് പേരിടുമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. നല്ല രസമുണ്ടല്ലേ ഇതിനെ കാണാൻ. കെട്ടിടാൻ പാടില്ല. അത് നടന്നു പോകില്ല. അതിനൊക്കെ അവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. പോകാൻ സാധ്യത കുറവാണ്. അതിൽ പോയാലും പുറത്തേക്ക് വെള്ളത്തിൽ ഇറങ്ങി പോകില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇവിടെ ഒക്കെ എടുക്കട്ടെ. അപ്പോൾ ഇതിനുള്ളിൽ ഇതിന് കയറാനും കഴിയുന്നില്ല. അയ്യോ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ 2 സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഉണ്ടാക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.